വോട്ടേഴ്സ് ചോയ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തിരുക്കൊച്ചി ഫിൻക്യാപ്പ്, മലയാളത്തിന്റെ സ്വന്തം ഗോൾഡ് ലോൺ കമ്പനി. വോക്കറു ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. വോട്ടേഴ്സ് ചോയ്സ് 2025 തുടരുകയാണ്. ജനങ്ങളുടെ വിധിയെഴുത്ത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വോട്ടേഴ്സിൻ്റെ ചോയ്സ് ഇക്കുറി UDF-നൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോർപ്പറേഷനുകളിൽ 6 കോർപ്പറേഷനാണുള്ളത്. അതിൽ 4ഇടത്തും UDF മുന്നേറ്റം. ഓരോന്ന് വീതമാണ് ഇപ്പോൾ LDF-നും അതുപോലെ തന്നെ NDA-ക്കും അവകാശപ്പെടാൻ ഉള്ളത്. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണം അവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 49ഇടത്ത് NDA സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ വിജയിക്കുന്നു എന്നുള്ളൊരു സീനാണ് ഇപ്പോൾ ഉള്ളത്. 18ഇടത്തേക്ക് UDF നില മെച്ചപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം 10ഇടത്തേക്ക് അവർ ഒതുങ്ങിപ്പോയിരുന്നു. ഇക്കുറി K. മുരളീധരൻ്റെ നേതൃത്വത്തിലുള്ള പ്രചാരണത്തിന് ഫലം കണ്ടു എന്ന് വേണം ഈ റിസൾട്ട് നമ്മൾ പറയുന്നത്. 18ഇടത്തേക്ക് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ LDF-ന് സംഭവിച്ചിരിക്കുന്നത് വലിയൊരു അടിയാണ്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിച്ചിരിക്കുന്നത് 23ഇടത്തേക്ക് അവരുടെ മുന്നേറ്റം ഒതുങ്ങി നിൽക്കുന്ന കാഴ്ച. അവർക്ക് ഒരു കിതപ്പ് സംഭവിച്ചിരിക്കുന്നു. അവരുടെ പ്രമുഖ സ്ഥാനാർത്ഥികൾക്ക് വിജയം നേടാൻ സാധിച്ചുവെങ്കിലും പരക്കെ ഒരു പരാജയത്തിൻ്റെ പ്രഹരമാണ് LDF-ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായിരിക്കുന്നത്, കേരളത്തിലെമ്പാടും ഉണ്ടായിരിക്കുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ L. അജിത്ത്, മുതിർന്ന മാധ്യമപ്രവർത്തകനും ചേരുകയാണ്. ഒപ്പം ആയൂർ ബിജു തുടരുന്നുമുണ്ട്. ശ്രീ L. അജിത്ത്, നമ്മൾ നോക്കുമ്പോൾ ടോക്കിംഗ് പോയിന്റിൽ അങ്ങ് പറഞ്ഞിരുന്ന ഒരു കാര്യം അന്നെനിക്ക് വിശ്വസിക്കാൻ അല്പം പ്രയാസമായിരുന്നു. അതായത് UDF-ന്റെ മുന്നേറ്റം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന്. എന്താണിപ്പോൾ പറയാനുള്ളത്? ലിജു, ഞാൻ അന്ന് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞ 6 കോർപ്പറേഷനിൽ 4 UDF പിടിക്കുമെന്ന് പറഞ്ഞു. 87 മുനിസിപ്പാലിറ്റിയിൽ 60 പിടിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് കഴിഞ്ഞ 1 മണിക്കൂറിന് മുമ്പ് 58 വരെ UDF വന്നു. ഇപ്പോൾ 54. അപ്പോൾ ആ ലെവലിലേക്ക് നമ്മുടെ പ്രവചനം, കാരണം അത് നമ്മൾ താഴെത്തട്ടിൽ ജനവികാരം, ഈ ഒരു ആൻറ്റി ഇൻകംബൻസി, തുടർഭരണം കിട്ടിയതിൻ്റെതായ അഹങ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടായി. കേരള സംസ്ഥാനത്ത് വ്യാപകമായിട്ട്, സംസ്ഥാനത്തെ ഭരണത്തിൽ വ്യാപകമായി അത് പ്രതിഫലിച്ചു എന്നുള്ളതാണ് നമ്മളിത് കാണുന്നത്. ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഈ ത്രിതല പഞ്ചായത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDF നടത്തുന്ന മുന്നേറ്റം എന്ന് പറയുന്നത്, UDF ആണെങ്കിലും ആരായാലും മുന്നേറ്റം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ UDF ആണ് മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. ഇത് പ്രില്യൂഡ് ടു അസംബ്ലി ഇലക്ഷനാണ്. ഇത് അതിൻ്റെ മുന്നോടിയായിട്ടൊരു മുഖവുരയാണ്, അസംബ്ലിയിലേക്കുള്ളൊരു മുഖവുരയാണ്. കാരണം സാധാരണ രീതിയിൽ ഇത്ര ക്ലോസ് ആയിട്ട് അസംബ്ലി ഇലക്ഷനും ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ വരാറില്ല. ഇപ്പോൾ കൃത്യമായിട്ട് അത് വന്നിരിക്കുന്നു. മാർച്ചിൽ നമ്മൾ അസംബ്ലി ഇലക്ഷനിലേക്ക് പോവുകയാണ്. അതെ, തീർച്ചയായിട്ടും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് ചേർന്ന് നിൽക്കുന്ന റിസൾട്ട് ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ പ്രാവശ്യം എക്സാക്ട് അതാണ് വന്നത്. 99 എന്നുള്ള ഒരു അക്കം ആണ് നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചത്. 99ഇടത്ത് LDF-ന്റെ മുന്നേറ്റം ഉണ്ടാകും. അതുപോലെ തന്നെ റിസൾട്ടും വന്നു. അപ്പോൾ ഇക്കുറിയും അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത്. അല്ല, പക്ഷേ അതിലല്ല, നമ്മൾ അങ്ങനെയല്ല കാണേണ്ടത്. നമ്മൾ അതിന് അതർ വേറെ ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ ആൻറ്റി ഇൻകംബൻസി കാണണം. ആൻറ്റി ഇൻകംബൻസി എന്ന് പറഞ്ഞാൽ ഓവർ കോൺഫിഡൻസോടുകൂടിയാണ് രണ്ടാം തുടർഭരണം CPM-ന് കിട്ടുമ്പോൾ ഉണ്ടായത് ഈ കഴിഞ്ഞ 5 വർഷം. അതിനുശേഷം നടന്ന ചെയ്തികൾ, സർക്കാരിൻ്റെ നിലപാടുകൾ, ജനദ്രോഹ നടപടികൾ എന്തൊക്കെയുണ്ടായി, ജനങ്ങളെല്ലാം ഡിസ്ഗ്രൻഡിലാണ്, എല്ലാവരും ഡിസാറ്റിസ്ഫൈഡാണ്. ആർക്കും ഒരു തൃപ്തിയില്ല. ആകെ ഇവിടെ സന്തോഷിക്കുന്നത് CPM അനുഭാവികളും CPM-കാരും, പിന്നെ പ്രത്യേകിച്ച് NDA-യുടെ BJP RSS സംഘപരിവാറുകാരാണ്. അല്ല, അതാണല്ലോ ഈ എല്ലാ ഇലക്ഷൻ വരുമ്പോഴേക്കും അവിടെ നിന്ന് ആരുടെ സെക്ഷനിൽ നിന്നാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നില്ല. ED-യുടെ അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ CBI-യുടെ നോട്ടീസ് വരും. ഇത് ലോകത്ത് ഇത്രയും അപഹാസ്യമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു മുഖ്യമന്ത്രിക്കെതിരെയാണ് ഈ നോട്ടീസ് വരുന്നത്. ഒരു മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ, ഈ മുഖ്യമന്ത്രി തുടർഭരണവും കിട്ടി ഭരിക്കുമ്പോൾ അജയനെന്നും മിടുക്കനെന്നും സമർത്ഥനെന്നും എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നു. മറ്റു പല വിശേഷണങ്ങളുണ്ട്. എനിക്കത് നാക്കിൽ വഴങ്ങില്ല അത്തരം വിശേഷണങ്ങൾ. എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പറയണം. വളരെ മിടുക്കനാണ്, സമർത്ഥനാണല്ലോ അദ്ദേഹം. പക്ഷേ ഇത് ഏത് രീതിയിലാണ് സാമർഥ്യം ഉപയോഗിക്കുന്നു എന്നുള്ളത് കണ്ടിട്ടാണ് അവിടെ നിന്ന് ED നോട്ടീസ് വന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവിടെ കരുവന്നൂർ ബാങ്കാണ് അവിടെ കവർന്നത്. എത്ര ലക്ഷം കോടി രൂപ എന്നറിയോ? ആ കവരുന്നൂർ ബാങ്കാണത്. അവിടെ നോട്ടീസ് വന്നില്ലേ? വോട്ടിങ്ങിൻ്റെ തലേന്ന് വരെ നോട്ടീസ് വന്നു. ED ആളുകൾ ഇറങ്ങി രംഗപ്രവേശം ചെയ്തു. സുരേഷ് ഗോപി ജയിച്ചില്ലേ? ആഭ്യന്തര വകുപ്പ് ഇടയുന്നിടത്ത് ആഭ്യന്തര വകുപ്പാണ് ഇടഞ്ഞത്. ആന ഇടയിൽ വന്ന് പേടിക്കുന്നിടത്ത് ആഭ്യന്തര വകുപ്പ് ഇടഞ്ഞു. അപ്പോൾ സുരേഷ് ഗോപിക്ക് കിട്ടിയില്ല. പറഞ്ഞു വരുന്നത് ഇടതും ഒപ്പം തന്നെ BJP തമ്മിലുള്ള ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നാണ്.
അല്ല, ചെയ്തില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നിലനിൽപ്പില്ല. ശ്രീ ആയൂർ ബിജു, എന്താണ് ഒരു സംശയമാണ് ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് BJPയും ഡയറക്റ്റ് മുഖ്യമന്ത്രിയും തമ്മിൽ എന്തോ ഒരു ഡീലുണ്ടെന്നു എന്നാണ് ഇദ്ദേഹം മുൻപ് നമ്മുടെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് എല്ലാ കാലത്തും ഈ ദോഷൈക ദൃക്കുകൾ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. എന്തിലും ദോഷം കാണുന്ന ആ വാക്കിൻ്റെ അർത്ഥം അതാണ്. അവരിങ്ങനെ കാലാകാലങ്ങളിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സംവിധാനമാണ്. എവിടെയാണ് ലിയോ ഒക്കെ എത്രയോ നാളായിട്ട് ഈ മാധ്യമ മേഖലയിൽ നിൽക്കുന്നു. തെളിയിക്കപ്പെടാൻ പറ്റുന്ന എന്ത് രേഖകൾ, ഞാൻ എല്ലാ ബഹുമാനത്തോടും അജിസാറിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അതിന് റിലവൻ്റായിട്ടൊരു തെളിവ് വേണ്ടേ? ഞാൻ ഇന്ന ആളുടെ മകനാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് അങ്ങനെയാണ്. പക്ഷേ നിങ്ങൾ ഈ കൗമുദിയുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മൾ ആവശ്യമില്ലാത്തൊരു കാര്യം എയർ ചെയ്യുമ്പോൾ അതിന് റിലവൻ്റായ തെളിവുണ്ടാകണം. എന്ത് തെളിവ്? ഒറ്റ വാക്കാടിയോട്ടെ, ഇത് തന്നെയാണ് ഈ സംശയങ്ങൾ ഉന്നയിക്കാൻ പൊതുജനത്തിനെ പ്രേരിപ്പിക്കുന്നത്. ഇത്രയധികം BJP ഇതര സർക്കാരുകളിലെ മുഖ്യമന്ത്രിമാരെ ഉപമുഖ്യമന്ത്രിമാരെ എല്ലാം ആക്ഷേപങ്ങളുടെ പേരിൽ ഐ റീറ്ററേറ്റ് അലിഗേഷൻസിൻ്റെ പേരിൽ പിടിച്ച് ജയിലിലിട്ട് ഇവിടെ ഇവൻസ് ഓഫ് കറപ്ഷൻ നടന്നിട്ട് ഒരു അന്വേഷണവും ഇല്ല. എന്തിനു വേണ്ടി എന്നാണ് അങ്ങ് പറയുന്നത്? ഇത് തന്നെ കേരളം പിടിച്ചാൽ പിന്നെ BJPക്ക് ലോകത്തിൽ അങ്ങനെയാണെങ്കിൽ തോൽക്കുന്നത് ശ്രീ പിണറായി വിജയന്റെ പാർട്ടി ആയിരിക്കില്ലേ? പിണറായി വിജയന് രക്ഷപ്പെട്ട പോരെ, അദ്ദേഹത്തിന്റെ കുടുംബവും സേഫായ പോരെ. അദ്ദേഹത്തിന് പാർട്ടിയെക്കുറിച്ച് പാർട്ടിക്കാരോട് ചോദിക്കൂ, പാർട്ടി അണികളോട് ചോദിക്കൂ. ഇപ്പോൾ വോട്ട് ചെയ്തിരിക്കുന്നവരെല്ലാം BJP കോൺഗ്രസ്സുകാരാണോ കോൺഗ്രസിന് UDFന് ഇത്ര മുന്നേറ്റം കൊടുത്തിരിക്കുന്നത്? പാർട്ടി ഇല്ലെങ്കിൽ പിണറായി ഉണ്ടോ? അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞില്ല സുഹൃത്തെ. തർക്കിക്കാൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ തർക്കിക്കൂ. ഇപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ വളരെ പച്ചയായിട്ടല്ലേ പറഞ്ഞത്? അല്ല, ഇപ്പൊ 2026 തെരഞ്ഞെടുപ്പ് വരികയാണ്. അവിടെയും LDFനെ ലീഡ് ചെയ്യുന്നത് ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. സംഭവിക്കാൻ പോകുന്ന എങ്ങനെ? അവിടെ കൽക്കട്ടയിൽ ബംഗാളിൽ നടന്നതുപോലെ സംഭവം ഉണ്ടാകും. റീപ്ലേസ്മെന്റ് ഓഫ് BJP ആണ് ഉദ്ദേശിക്കുന്നത്. അത് വെച്ചാണ് അവർ BJP നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഇദ്ദേഹം പേടിച്ചുകൂടെ ജീവിക്കുന്നത്. അല്ല, ഇദ്ദേഹം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്നതാണോ അങ്ങ് പറയുന്നത്? വ്യക്തിപരമായ ഇവൻറ്റ്സ് നിങ്ങൾ പറയൂ. എന്തുകൊണ്ടാണ് UAE കോൺസുലേറ്റിലിരുന്ന് അറ്റാച്ച് ഇറങ്ങി ഓടിക്കളഞ്ഞത് ഒരു രാത്രി? എന്തുകൊണ്ടാണ് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ അതിനകത്ത് അക്കംപ്ലിസാണ് ആ പെണ്ണ്? ശിവശങ്കർ എന്ന് പറയുന്ന IAS ജയിലിൽ എന്തുകൊണ്ടാണ് ഒരു വർഷത്തിലധികം കിടന്നത്? ഇപ്പോഴും അയാൾ ജയിലിലാണ് റെക്കോർഡിക്കലി. അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റാണ് അയാൾ പുറത്തു നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതൊക്കെ? എന്തുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രിയുടെ ബാഗേജിൽ സ്വർണം കടത്തിയെന്ന് പറയുന്നത് ആരാണ് പറയുന്നത്? നമ്മളെ പൊതുസമൂഹവും മാധ്യമപ്രവർത്തകരുമാണ് പറയുന്നത്. ഇതെല്ലാം ഉണ്ടായ സംഭവങ്ങളല്ലേ? എന്നിട്ട് ആരാ അന്വേഷിക്കേണ്ടത്? ഇദ്ദേഹം പറയുന്ന തെളിവ് അന്വേഷിക്കേണ്ട ആളാണ് ഈ നോട്ടീസ് അയക്കുന്നത്. ഓരോ ഇലക്ഷൻ വരുമ്പോൾ അന്വേഷിക്കേണ്ട കേന്ദ്ര ഏജൻസികൾ നോട്ടീസ് അയച്ച് ഭീഷണിപ്പെടുത്തും, ഞങ്ങൾക്ക് ഇത്ര സീറ്റ് തരുമെന്ന് പറയും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അങ്ങനെ ഒരു കോംപ്രമൈസ് ചെയ്യാതെ അവർക്ക് സത്യസന്ധമായി അന്വേഷിച്ച് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പിടിച്ചകത്താക്കിക്കൂടെ? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ജയിക്കാമല്ലോ, നേരിട്ട് ജയിക്കാമല്ലോ. അയ്യോ, അതുകൊണ്ടല്ലേ നമ്മുടെ ആയൂർ ബിജുവിനെ പോലുള്ളവർ പറയുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ മാത്രം പിടിക്കുന്നില്ല എന്ന്. ഞാൻ അങ്ങനെ ആക്ഷേപങ്ങൾ ഏതെങ്കിലും സംഘപരിവാർ സഹാക്കന്മാരെ ആരെങ്കിലും കുറിച്ച് പറയുക, ഉടനെ തന്നെ ആ മുഖ്യമന്ത്രിയെ പിടിച്ചിട്ട്. മനീഷ് സിസോദിയ, ഡൽഹി ഉപമുഖ്യമന്ത്രി, അദ്ദേഹത്തെക്കാൾ വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും ഉണ്ടോ BJPയിൽ? ഏതെങ്കിലും വേറൊരു സംഘപരിവാർ സംഘടനയിലുണ്ടോ? ഇല്ല. അദ്ദേഹത്തെ പിടിച്ച് എത്ര കാലമാണ് ജയിലിലിട്ടിരുന്നത്? അത് കഴിഞ്ഞിട്ട് കേജ്രിവാളിനെ പിടിച്ച് ജയിലിലിട്ടില്ലേ? എന്താണ് അവർ ചെയ്തത്? സർക്കാരിൻ്റെ നയങ്ങൾ നടപ്പിലാക്കി. സർക്കാർ എന്ന് പറയുന്നത് ക്യാബിനറ്റാണ്, റെസ്പോൺസിബിളാണ്. അതിനാരാണ് ഹെഡ് ചെയ്യുന്നത്? അത് ഹെഡ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. ഇവിടെ തോമസ് ഐസക്കിനെതിരെ കിഫ്ബിയുടെ ഇതിന് നോട്ടീസ് വന്നില്ലേ? എപ്പോഴാണ് വന്നത്? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്താണ്. അദ്ദേഹം നേരിട്ട് ഹൈക്കോടതിയിൽ പോയാണ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റെല്ലാം അദ്ദേഹം ഒഴിവാക്കിയത്. ഇവിടെ എന്താ നടക്കുന്നത്? മുഖ്യമന്ത്രിക്കെതിരെയല്ലേ നോട്ടീസ് വരുന്നത്? മുഖ്യമന്ത്രിയുടെ മകനെതിരെയല്ലേ നോട്ടീസ് വന്നത്? മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയല്ലേ നോട്ടീസ് വന്നത്? ഇതൊക്കെ നോട്ടീസാണോ വന്നിരിക്കുന്നത്? ഇതൊക്കെ റെക്കോർഡല്ലേ വന്നിരിക്കുന്നത്? അഴിമതിയുടെ റെക്കോർഡ്സ് അല്ലേ വന്നിരിക്കുന്നത്? നോക്കുകൂലിയാണെങ്കിലും മാസക്കൂലിയാണെങ്കിലും മേടിച്ചതിൻ്റെയൊക്കെ റെക്കോർഡ് വന്നിരിക്കുകയല്ലേ? ഞാനീ പറഞ്ഞ ആവർത്തിച്ച് പറയല്ലേ, ഈ തിരുവനന്തപുരം എയർപോർട്ടിലിരുന്ന ഇവിടെ യഥാർത്ഥത്തിൽ UAE കോൺസുലേറ്റ് കൊണ്ടുവന്നേരാ ലിയോയ്ക്ക് അറിയാമല്ലോ. ലിയോ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? അത് ഉമ്മൻചാണ്ടി സാർ അല്ലേ കൊണ്ടുവന്നത്? അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വീട്ടിലാരും പോയില്ലല്ലോ. ഒരു UAE ആളുകൾ പോയില്ലല്ലോ, ഒരു പ്രതിനിധി. ഇവിടെ എത്ര തവണ അവർ പോയത്? ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപം. ഏകപക്ഷീയമായി ഈ ചർച്ച ഇങ്ങനെ ലിയോ കൊണ്ട് പോകരുത്. കാരണം നഗ്നമായ കള്ളമാണ്. അതിന് വേറെ ഒന്നും നമ്മൾ സൂക്ഷ്മദർശിനി വെച്ച് നോക്കിയാൽ പോലും ഇതിനകത്തൊരു കണിക പോലും കണ്ടെത്താൻ പറ്റത്തില്ല.
ആ രീതിയിലുള്ള കള്ളമാണ് വന്നത്. കാര്യം അറ്റാഷെ ഞാൻ അറ്റാഷെ ഇറങ്ങി ഞാൻ ഓടിയില്ലേ? പറയാം, അറ്റാഷെ ഇറങ്ങി ഓടിയെങ്കിൽ അതിൽ അറ്റാഷ് ചെയ്യുന്ന കുറ്റക്കാരൻ ക്ലിഫ് ഹൗസിൽ പോയി ഒരു മുഖ്യമന്ത്രിയുടെ UAE കൗൺസിലേറ്റിലെ അംഗങ്ങൾ അവിടെ പോയില്ലേ ഭക്ഷണം കഴിക്കാൻ? അല്ല, ഞാൻ എത്ര തവണ പോയി? ഞാൻ പറയട്ടെ, ഞാൻ പ്ലീസ് കേൾക്കൂ, ഞാൻ പോയിട്ടുണ്ടെന്ന് ഈ പറയുന്ന മുഖ്യമന്ത്രി ഓഫീസ് അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഓഫീസിലൊക്കെ ഞാൻ പല കാര്യങ്ങളായിട്ട് നമ്മൾ പോകും. അത് തെറ്റായിട്ട് കാണുമെങ്കിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദോഷൈക ദൃക്ക് എന്ന് പറയുന്ന പദം ഞാൻ അവിടുത്തെ വീണ്ടും പറയാം. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ പറയുന്ന അനുസരിച്ച് അല്ല, കമ്പയർ ചെയ്യുന്നത് നല്ല, നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് നിങ്ങളെ ഈ UAE കൗൺസിലേറ്റിലെ ഒഫീഷ്യൽസ് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഉണ്ണാൻ പോകുന്നത് പോലെ അല്ല നിങ്ങൾ പോകുന്നതെന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് നിങ്ങളോട് റെസ്പെക്ട് അല്ല. ഞാൻ പറയട്ടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ കൗമുദിയുടെ പ്രേക്ഷകർ കാണുമ്പോൾ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ ഫ്ലോർ നിങ്ങൾ ഉപയോഗിക്കരുത്. രാഷ്ട്രീയം നിങ്ങൾക്ക് പറയാം, അതിന് മറ്റൊരു പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ചാണ്, ഒരു ജനകീയനായ മുഖ്യമന്ത്രിയെ കുറിച്ചാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ദിരാഗാന്ധിക്കെതിരെ ആരോപണം വന്നിട്ടില്ലേ? രാജീവ് ഗാന്ധിക്കെതിരെ ആരോപണം വന്നിട്ടില്ലേ? ആർക്കെതിരെ ആരോപണം? തെളിയിക്കപ്പെട്ട ഏത് ആരോപണം? അതാണ് എന്റെ ചോദ്യം നിങ്ങളുടെ മുന്നിൽ. അജിസാനോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ മുന്നിൽ തെളിയിക്കപ്പെട്ട. നമുക്ക് ഇതിലേക്ക് വരാം, ഈ വിഷയത്തിലേക്ക് തന്നെ വരാം. എനിക്കിപ്പോൾ കൊല്ലത്തേക്ക് പോയിട്ടുണ്ട്. കൊല്ലത്തെ സമഗ്ര വിവരങ്ങളുമായി ED അന്വേഷണം VS ശിവകുമാറിന്റെ ED അന്വേഷണം വന്നില്ലേ? നമുക്ക് മടങ്ങിയെത്താം, അതിലേക്ക് വരാം. ഉണ്ണിക്കണ്ണൻ തുടരുകയാണ്, കേരളാവധി നമ്മുടെ റിപ്പോർട്ടർ അവിടെയുണ്ട്. ഉണ്ണിക്കണ്ണൻ, കൊല്ലത്ത് മറ്റ് ജില്ലകളിലേതുപോലെ കൊല്ലത്തും ഇടതുപക്ഷത്തിന് വലിയ പ്രഹരമാണ്. 2000 രൂപീകരിച്ചത് മുതൽ കൊല്ലം കോർപ്പറേഷൻ കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പുകളിലും LDF-നായിരുന്നു ഭരണം കൊല്ലം കോർപ്പറേഷനിൽ. ഇത്തവണ ആദ്യമായിട്ട് LDF ഭരണം നഷ്ടമാകുന്നു. അവിടെ UDF ഭരണം പിടിക്കുകയാണ്. നിലവിലെ സ്ഥിതി അനുസരിച്ച് UDF 18 സീറ്റുകളിൽ ഡിവിഷനിൽ ജയിച്ചു. LDF 13 സീറ്റിലെ LDF ചുരുങ്ങിയിരിക്കുകയാണ്. NDA കഴിഞ്ഞ തവണ 6 സീറ്റുകളിൽ മാത്രം ഉണ്ടായിരുന്ന NDA 9 സീറ്റുകളിൽ ഇപ്പോൾ തന്നെ വിജയിച്ചിട്ടുണ്ട്. 12 സീറ്റുകൾ വരെ വിജയിച്ചു വരാനും NDA സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ കൊല്ലം കോർപ്പറേഷനിലെ ഒരു അവസ്ഥ 39 സീറ്റിൽ 55 സീറ്റായിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണ 56 സീറ്റാണ്. കഴിഞ്ഞ തവണ 39 സീറ്റിൽ LDF വിജയിച്ചതാണ്. UDF-ന് ആകെ 9 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസിനാകെ 6 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. 3 സീറ്റ് RSP ആയിരുന്നു. 9 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നാണ് ഇപ്പം ഭരണം പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയത്. പിന്നീട് ഒരു കാര്യം, മുനിസിപ്പാലിറ്റികൾ 4 മുനിസിപ്പാലിറ്റികളിൽ 4ലും കഴിഞ്ഞ തവണ 3 LDF-നായിരുന്നു ഭൂരിപക്ഷം. ഒരിടത്ത് LDF-ഉം UDF-ഉം തുല്യമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു, പരവൂർ മുനിസിപ്പാലിറ്റിയിൽ. അവിടെ നറുക്കെടുപ്പിലൂടെ UDF ഭരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ബാക്കി 3 മുനിസിപ്പാലിറ്റികളും LDF-നായിരുന്നു. അതിൽ തന്നെ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ പരവൂർ മുനിസിപ്പാലിറ്റി LDF-ന് ഭരണം കിട്ടിയിട്ടുണ്ട്. ഇതാണ്. പിന്നീട് ഒരു കാര്യം, കഴിഞ്ഞ തവണ 26 ഡിവിഷനുകളാണ് ജില്ലാ പഞ്ചായത്തിലുണ്ടായിരുന്നത്. ഇത്തവണ 27 ഡിവിഷനാണ്. കഴിഞ്ഞ തവണ 26 ഉണ്ടായിരുന്നതിൽ 2 ഡിവിഷനുകളിൽ മാത്രമായിരുന്നു UDF വിജയിച്ചിരുന്നത്. ബാക്കി 24 ഡിവിഷനിലും LDF ആയിരുന്നു ജില്ലാ പഞ്ചായത്തിൽ. പക്ഷേ ഇത്തവണ 17 ഡിവിഷനുകളിൽ, ജില്ലാ പഞ്ചായത്തിലെ 17 ഡിവിഷനുകളിൽ മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. ബാക്കി 10 ഡിവിഷനുകളിൽ UDF ലീഡ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. പിന്നീട് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രമായിരുന്നു UDF ജയിച്ചിരുന്നത്, ഭരണം കിട്ടിയത്. ഇത്തവണ 2 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDF ലീഡ് ചെയ്യുന്നുണ്ട്. ചവറയിലും പത്തനാപുരത്തും UDF ലീഡ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. പിന്നെ പഞ്ചായത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് പഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ 45 പഞ്ചായത്തുകളിൽ LDF-ന് ആദ്യഘട്ടത്തിൽ, പിന്നീട് മാറ്റം വന്നിട്ടുണ്ട്. 44 പഞ്ചായത്തുകളിൽ LDF-ന് ഭരണം കിട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉണ്ടായിരുന്നു. 22 പഞ്ചായത്തുകളിൽ മാത്രമായിരുന്നു UDF. ഇത്തവണ പഞ്ചായത്തുകളിൽ കാര്യമായൊരു തിരിച്ചടി LDF-ന് സംഭവിച്ചിട്ടില്ലെങ്കിലും 35 പഞ്ചായത്തുകളിൽ മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. UDF 25 പഞ്ചായത്തുകളിലും NDA 2 പഞ്ചായത്തുകളിലും ലീഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണ ഒരു പഞ്ചായത്തിൽ മാത്രമായിരുന്നു NDA ഉണ്ടായിരുന്നു. ഇത്തവണ 2 പഞ്ചായത്തുകളിലേക്ക്. അത് അവസാന ഘട്ടമായപ്പോൾ ആ ഭരണം അവർക്ക് നഷ്ടമാവുകയും ചെയ്തു. ഇത്തവണ 2 ലീഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ചിറക്കരയും, അത് ഭരണം ഏകദേശം ഉറപ്പാവുന്നൊരു സാഹചര്യമുണ്ട്. ഈസ്റ്റ് കല്ലടയിലുമാണ് പിന്നീട് NDA ലീഡ് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ശരി ഉണ്ണിക്കണ്ണൻ, താങ്ക് യു. ഉണ്ണിക്കണ്ണനാണ് കൊല്ലത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കൊല്ലം എപ്പോഴും ഇടതിനൊപ്പം ചുവന്ന് നിന്നിരുന്ന ജില്ലയാണ്. അവിടെ നമുക്ക് കൊല്ലത്ത് നിന്നും കൊല്ലത്ത് നമുക്ക് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് ഉയർന്നു കേട്ടിരുന്ന ഒരു UDF പേരെന്ന് പറയുന്നത് NK പ്രേമചന്ദ്രൻ്റേതാണ്. ബാക്കിയെല്ലാം LDF-ൻ്റെ കൈവശമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുക, കോർപ്പറേഷൻ വന്നതിന് ശേഷം എല്ലാം ഭരണം LDF-നായിരുന്നു.
ഇക്കുറി മാറി വന്നിരിക്കുകയാണ്. അവിടെ എന്താണ് സംഭവിച്ചത് ശ്രീ ആയൂർ ബിജു? കൊല്ലത്ത് ഇടതിന് എങ്ങനെ ഇത്രയേറെ? പണ്ടും ഈ അസംബ്ലിയിൽ കൊല്ലത്ത് നിന്ന് ജയിച്ചു വരുന്നവർ കൂടുതൽ വന്നാൽ ഭരണം കിട്ടുമെന്നൊരു സാഹചര്യമായിരുന്നു പണ്ടൊക്കെ ഉള്ളത്. പക്ഷെ ഇപ്പം ജനങ്ങൾ എന്താണ് വ്യത്യാസം വന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ഒന്നുകൂടി പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, കാരണം അവിടെ CPM ആണെങ്കിലും CPI ആണെങ്കിലും അവരവരുടെ കരുനാഗപ്പള്ളിയിൽ രാഷ്ട്രീയപരമായി ഇടതുപക്ഷത്തിൽ CPM-ൽ ചില ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അത് പ്രതിഫലിക്കുകയും അത് ഒരുപക്ഷെ പ്രതിഫലിച്ചിട്ടുണ്ടാകാം. അത് കരുനാഗപ്പള്ളി മാത്രമാണ്. ബാക്കി ഞങ്ങളുടെ ഈ ഇടമുളയ്ക്കൽ പുനലൂർ അങ്ങനെ ആ ഭാഗത്തൊന്നും അങ്ങനെ ഒരു വേർതിരിവോ അല്ലെങ്കിൽ ഒന്നുമില്ല. ഇനി CPI CPM സംഘടനത്തിൻ്റെ ഭാഗമായി അവർ തമ്മിൽ കാലഘട്ടത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായല്ലോ. അത് പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അത് തീർച്ചയായിട്ടും അതിനൊരു സാധ്യത ഇല്ലാതില്ല. കാരണം ഞാൻ CPM മത്സരിക്കുന്ന വാർഡുകളിൽ CPM-ഓ CPI-യോ അല്ലെങ്കിൽ CPI മത്സരിക്കുന്ന വാർഡിൽ CPM-ഓ അവർ തോൽക്കട്ടെ എന്ന് ചിന്തിച്ച് വോട്ടുകൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് സംഭവിച്ചു എന്നറിയാം. അതിനെക്കുറിച്ച് നമ്മളൊരു പഠനം നടത്തേണ്ടിയിരിക്കുന്നു. ഒരിക്കലും അവിടെ ഒരു ചുവന്ന മണ്ണാണ്. കശുവണ്ടി മേഖലയിൽ കർഷക തൊഴിലാളികൾ ഒക്കെ ഉള്ള വളരെ വലിയൊരു മേഖലയാണ്. അല്ല, എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത് CPI-ക്കാണ് ഇപ്പോഴും എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം രാഷ്ട്രീയ ബോധ്യമുള്ള സമയം മുതൽ CPI-ക്ക് കുറച്ച് കമ്മ്യൂണിസം ഉണ്ട്. പ്രത്യേകിച്ച് കൊല്ലത്ത് ഞാൻ കൊല്ലത്ത് എനിക്ക് അവിടെ അനുഭവമുണ്ട്, എനിക്കവിടെ കാര്യങ്ങളുണ്ട്. തിരുവനന്തപുരത്തുള്ള പോലെ തന്നെ സേവനം എൻ്റെ ജീവിതം അവിടെയും ഞാൻ പകുത്ത് ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പറയാണ്. അദ്ദേഹം പറഞ്ഞ കരുനാഗപ്പള്ളിയിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് CPM പ്രസൻസ് ഉള്ളൊരു സ്ഥലം വേറെ ഇല്ല കൊല്ലം ജില്ലയിൽ. ഇനി കൊല്ലം ജില്ലയുടെ പ്രത്യേകത തന്നെ അതാണ്. കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി തൊഴിലാളികളുള്ളവരാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു CPM-കാർ ഏറ്റവും കൂടുതലുള്ളത് കൊല്ലം ജില്ലയാണ്. അത് കഴിഞ്ഞാണ് ആലപ്പുഴയും കണ്ണൂരും വരുന്നുള്ളൂ. അവിടെ ഇങ്ങനൊരു പരാജയം വരിക എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞോട്ടെ, CPI-ക്കാർ ഒരിക്കലും അവർ കമ്മ്യൂണിസം വിട്ട് കളിക്കില്ല. അല്ല, അത് അവിടെ നിന്ന് കൊഴിഞ്ഞു പോകുന്നു, പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞവർ LDF-ൽ നിൽക്കുകയും CPM-ൻ്റെ കൂടെ നിന്നിട്ട് CPI-ക്കാർ CPM-നെതിരെ വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ബേസിക്കലി സംഭവിച്ചിരിക്കുന്നത് ഞാനിപ്പോഴും പറയുന്നു, ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ചർച്ചയിലേക്ക് മടങ്ങിയതാണ്. ഞാൻ അദ്ദേഹത്തിന് സംസാരിക്കാൻ കുറച്ചുകൂടി പോയിന്റ്സ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ഇടപെട്ട തോന്നിക്കണ്ടു വന്നത്. അപ്പോൾ ഈ മുഖ്യമന്ത്രി ടാർഗറ്റ് ചെയ്യപ്പെടുകയാണെന്നാണോ അങ്ങ് കരുതുന്നത്, അതോ മുഖ്യമന്ത്രിയുടെ വീഴ്ചകൾ തിരിഞ്ഞു കുത്തുകയാണോ? മുഖ്യമന്ത്രി വീഴ്ചയാണെങ്കിൽ ഞാൻ പറയട്ടെ, ലിയോ പറ, നിങ്ങളുടെ പ്രേക്ഷകർ കേൾക്കട്ടെ. മുഖ്യമന്ത്രി ഇന്ന വീഴ്ചകൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ നമ്മൾ കൊട്ടിഘോഷിക്കപ്പെട്ടതും നമ്മൾ ചാനലുകളിൽ ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിക്കുകയും വളരെ നീണ്ട നാളുകൾ സംസാരിച്ച വിഷയങ്ങളുണ്ട്. സ്വർണ്ണക്കടത്തായാലും ഒക്കെ അതിനകത്തൊന്നും മുഖ്യമന്ത്രിയെയോ മുഖ്യമന്ത്രി കുടുംബത്തെയോ നമ്മൾ വലിച്ചു കൊണ്ട് വന്നിട്ട് തിരിച്ചവർ പോകുന്ന ഒരു കാഴ്ച നമ്മളാണ്. ഞാനൊരു സംശയം പറയട്ടെ. കാരണം ഇപ്പോൾ പല കാര്യങ്ങളാണെങ്കിൽ തന്നെ മുഖ്യമന്ത്രിക്ക് എതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. പക്ഷേ അത്ഭുതകരമായ രീതിയിൽ അത് നിലച്ചു പോകുന്നു. ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു കാഴ്ച, താഴെത്തട്ടിലുള്ള നേതാക്കളിലേക്ക് മാത്രം നിന്നു പോകുന്നൊരു അവസ്ഥ, അതൊക്കെ ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾ സംശയത്തിൻ്റെ കാര്യത്തിൽ അല്ല. അതിന് സമാനമായൊരു കഥ ഞാൻ പറയാം. പണ്ട് ഏതോ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ PJ കുര്യൻ സാറിനെതിരെ ഒരു ആരോപണം, എനിക്ക് തങ്കമണിയും അങ്ങണ്ടാന്ന് തോന്നുന്നു അല്ലേ, പറഞ്ഞു. ആ കേസിനകത്ത് തങ്കമണി ഒരു കേസുണ്ടായല്ലോ. PJ കുര്യൻ സാറ് അതിനകത്ത് പ്രതിയാണ് എന്ന് വരുത്തുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയോട് ഈ ഒരു ഫോട്ടോ കൊണ്ട് കാണിച്ച് ഈ സാർ ഉണ്ടായിരുന്നു എന്ന് ഈ മാമനും ഉണ്ടായിരുന്നു ഈ കുട്ടി പറയുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അവിടെ പരാജയപ്പെടുകയാണ്, മനസ്സിലായില്ലേ? പക്ഷെ അദ്ദേഹം അതിൽ വിക്ടിം അല്ല. ഇത് മനസ്സിലാക്കാൻ എത്ര മൂടി വെച്ചാലും സത്യം വരുന്ന നമുക്ക് മൂടി വയ്ക്കാം. എത്ര മൂടി വെച്ചാലും എത്ര മൂടി വെച്ചാലും സത്യം പുറത്തു വരും. ഞാൻ ചോദിക്കട്ടെ, ലിയോയെ ഞാൻ തേജോധം ചെയ്യാൻ തുടങ്ങിയാൽ ആദ്യമൊക്കെ എനിക്ക് പറ്റും, പക്ഷേ എവിടം വരെ പോകാൻ പറ്റും? ഒരാൾ എന്നോട് ചോദിക്കുക, നിങ്ങൾ ലിയോയുടെയൊക്കെ ഇന്നത് പറയുന്നു, നിങ്ങൾ തെളിവ് ഇങ്ങേതാ എന്ന് പറയുമ്പോൾ അതോടെ തീരും എൻ്റെ വാദങ്ങൾ. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങളെപ്പോഴും എന്താണെന്നറിയുമോ, ഞങ്ങളിങ്ങനെ നെഞ്ചി വിരിച്ച് നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്നിരുന്ന ഈ നിങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാരും ഇത് ചെയ്യത്തില്ല എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ. പക്ഷേ ഈ 9.5 വർഷം ഞങ്ങളുടെ മുഖ്യമന്ത്രി അവിടെ ഇരുന്നിട്ടും ഞാൻ ചോദിക്കട്ടെ, ഒരു നെൽമണിയുടെ വലിപ്പത്തിലുള്ള അഴിമതി അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കാൻ പറ്റിയിട്ടുണ്ട്? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, അത് സീരിയസ് ആയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. അപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എത്ര വിഷയങ്ങളിലാണ് മുന്നോട്ട് വെച്ച കാലത്ത് പിന്നിലേക്ക് എടുക്കേണ്ടി വന്നിട്ടുള്ളത്? ശ്രീ രമേശ് ചെന്നിത്തല ഉന്നയിച്ച പല കാര്യങ്ങളും പിൻ പോയിന്റ് ചെയ്ത് അദ്ദേഹം കൃത്യമായി മുന്നോട്ട് വെച്ചു. അതിലൊക്കെ തന്നെ പിന്നിലേക്ക് ആദ്യം നിഷേധിക്കും, പിന്നീട് പിന്നിലേക്ക് പോകേണ്ടിയും വന്നു. അല്ല, ചില പ്രോജക്റ്റുകൾ നമ്മൾ വെക്കുമ്പോൾ ഒരു പക്ഷേ അതിനകത്ത് എതിർപ്പ് വരുന്നു, സമവായം ഇല്ലാതെ വരുമ്പോൾ ചിലപ്പോൾ നമ്മളതങ്ങ് മാറ്റിവെക്കും. പക്ഷേ അവിടെ ഒന്നും അഴിമതിയില്ലല്ലോ.
നയ പൈസയുടെ അഴിമതി ഉണ്ടോ അല്ലെങ്കിൽ അവർ പൈസ വാങ്ങിയെന്നോ അഴിമതി ആരോപണമാണ് രമേശ് സാർ ചെന്നിത്തല. ആരോപണം ആക്കം ഉന്നയിക്കാം. അല്ലല്ല, അതുകൊണ്ടാണല്ലോ പിൻവാങ്ങേണ്ടി വന്നത്. നിങ്ങൾ അത് മനസ്സിലാക്കി. അല്ലല്ല അതൊരു പോയിന്റ് അല്ലേ? കാരണം ആരോപണം ഉന്നയിച്ചു, അതിൽ പോയിന്റ് ഉണ്ടെന്ന് കണ്ടതുകൊണ്ട് പിന്നിലേക്ക് പോയി. അല്ലല്ല, അങ്ങനെയാണെങ്കിൽ ആ ആരോപണം ഉന്നയിച്ച ആള് അത് തെളിയിക്കണം. അല്ല, അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ. അല്ലല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ ഒരു സമവായത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു സമരം, വലിയൊരു സമരം ഉണ്ടാവോ, പൊതുജനം നമുക്ക് നന്ദിഗ്രാമിൽ നമുക്കറിയാം, നന്ദിഗ്രാമിൽ വിഷയം ഉണ്ടായി. അപ്പം അതുപോലൊരു വിഷയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, നാട് കലുഷിതമാകാതിരിക്കും 10 പേര് വിചാരിച്ചാൽ മതി ഒരു പ്രദേശത്തെ എന്താണ് സാഹചര്യമില്ല, സമാധാനമില്ല. അല്ല, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നേരത്തെ ചർച്ചയിൽ പറഞ്ഞ ശ്രീ ഫക്രുദ്ദീൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈഗോ, താൻ പോരിമ. ഇതൊരു വലിയൊരു വിഷയമായി നിൽക്കുകയല്ലേ. ഓക്കെ, അദ്ദേഹം വളരെ പ്രോഗ്രസീവായി കുറേയേറെ കാര്യങ്ങൾ എടുത്തു. പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം താനെടുത്ത തീരുമാനത്തിൽ ഒരു പോയിന്റ് ഇല്ല എങ്കിൽ പോലും പിന്നിലേക്ക് പോകാൻ തയ്യാറല്ല എന്നുള്ള ചില കാര്യങ്ങൾ. ഞാൻ ഉദാഹരണം ഒരു കാര്യം പറയാം. ഈ നമ്മൾ റെയിൽ അല്ലേ, റെയിലിൻ്റെ വിഷയത്തിൽ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് എത്ര പേരുടെ വീട്ടിലേക്കാണ് മഞ്ഞക്കുറ്റിയുമായി പോയത്, എത്ര മനുഷ്യരെയാണ് വലിച്ചിഴച്ചത്, എത്ര പേരുടെ ജീവിതമാണ് താറുമാറാക്കിയത്, അവർക്ക് അവരുടെ ഭൂമി ക്രയവിക്രയം ചെയ്യാനോ ഒരു ലോൺ വരുന്ന പോലും സാധിക്കാത്ത അവസരത്തിലേക്ക് എത്ര പേരുടെ മക്കളുടെ കല്യാണമാണ് മുടങ്ങിയത്. അത് നമ്മൾ രാഷ്ട്രീയം മാറ്റിവെച്ച് അക്കാര്യമൊക്കെ ചിന്തിക്കേണ്ടതാണ്. കാരണം എത്ര പാവപ്പെട്ടവരുടെ ജീവിതമാണ് വഴിമുട്ടിപ്പോയത്. ഒരു സുപ്രഭാതത്തിൽ എൻ്റെ വീട്ടിലേക്ക് കയറി വരികയാണ്, ഇത് എൻ്റെ ട്രെയിനിൻ്റെ പാതയാണ്, അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് അവിടേക്ക് വീട്ടിനകത്ത് കയറി മഞ്ഞക്കുറ്റി ഇടുക എന്ന് പറഞ്ഞാൽ എത്ര നെറികേടാണ്. ലിയോ അത് കംപ്ലീറ്റ് ചെയ്തത് കറക്റ്റാണ്, സത്യമാണ്, ജനകീയമായിട്ടുള്ള ആ ഒരു പ്രശ്നമാണ്. പക്ഷേ നിങ്ങൾ നമ്മുടെ ഇത്തിക്കര അറിയാമല്ലോ, നിങ്ങളുടെ നാടല്ലേ ഇത്തിക്കരയിൽ നിന്ന് കുണ്ട്ര വരെ, ഇത്തിക്കര പാലത്തുനിന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഇത്തിക്കര പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആ ഗ്രീനറി ഒന്ന് ആലോചിച്ച് നോക്കൂ. സിൽവർ ലൈൻ പോകുന്നതാണ്. അവിടെയാണ് തിരുവനന്തപുരത്തിൻ്റെ ഭാഗത്തും കൊല്ലത്തും പത്തനംതിട്ടയും വരെയും ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്യുന്ന ജലം അവിടെയാണ്, ജലാശയം. അതിനെയാണ് നികത്തി റെയിൽവേക്ക് കുറ്റിയടിക്കാനിരുന്നത്. ഇത് വന്നിരുന്നുവെങ്കിൽ, ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് പറയുന്നതല്ല, എനിക്കങ്ങനെ ഒരു സ്വാർത്ഥ താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് നേരെ കുണ്ട്ര വരുമ്പോൾ, പേരയത്ത് വരുമ്പോൾ എൻ്റെ സ്ഥലം അവിടെയുണ്ട്, അഷ്ടമുടിക്കായലിൻ്റെ കരയിൽ. എനിക്കത് എൻ്റെ ലാൻഡിൻ്റെ അപ്രിസിയേഷൻ കൂടില്ലേ ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ മരുഭൂമിയാകും. ലിയോ മരുഭൂമിയിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളല്ലേ. മരുഭൂമിയാകും. കേരളത്തിൻ്റെ ഗ്രീനറി കംപ്ലീറ്റ് പോയിട്ട് ഇവിടെ ഒരു പുല്ല് പോലും കിളിർക്കില്ല എന്നുള്ളതാണ്. ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്തില്ലെങ്കിൽ ഉള്ള അവസ്ഥ അറിയോ? നമ്മളിവിടെ ഇപ്പോഴും നമ്മുടെ ഭാരതപ്പുഴയിൽ മണലെടുത്തിട്ട്, ഭാരതപ്പുഴ ഇല്ലല്ലോ, ഭാരതപ്പുഴ അതുവഴി സഞ്ചരിച്ച് നോക്കൂ. ഭാരതപ്പുഴയുടെ നടുവിൽ മറ്റേ കുഴൽക്കിണർ വെച്ചിരിക്കുകയാണ് വെള്ളം കിട്ടാൻ വേണ്ടി. ഇത് തകർന്ന് തരിപ്പണമാവും. നമ്മുടെ ശ്രീ തോമസ് ഐസക് ആദ്യം ഇതായപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭാരതപ്പുഴയുടെ ഇരു കരകളിലും കയ്യേറ്റം നടത്തി വീട് വെച്ചവരുടെ വീട്ടിനടിയിലുള്ള മണലെടുത്താൽ കേരളത്തിലേക്ക് 25 വർഷത്തേക്കുള്ള ബിൽഡിങ്ങിനുള്ള റിവർ സാൻഡ് കിട്ടും എന്നാ പറഞ്ഞത്. അത് പറഞ്ഞ കാര്യമാണ്. ഇതൊന്നും നിങ്ങൾ ഞാൻ സയൻസും എൻവയോൺമെൻറ്റിൻ്റെ കാര്യത്തിൽ കൺസേൺ ആയതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ നിങ്ങളുടെ ഇത്തിക്കര, നിങ്ങൾക്ക് അറിയുന്ന ഭാഗം, നിങ്ങൾ ഫെമിലിയർ ആയ നിങ്ങളുടെ നാട്ടിലെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അതൊന്ന് ജനങ്ങളുടെ വീടും ക്രയവിക്രയങ്ങളും ജീവിത സാഹചര്യവും വീട് ഇടിച്ചു പൊളിക്കുന്നതും ഒക്കെ വേറെ. പക്ഷേ ഈ പ്രകൃതി തകർന്നാൽ കേരളത്തിൻ്റെ പേരെന്താ? കേരളത്തിൻ്റെ പച്ചപ്പ് തീർന്നാൽ ഇവിടെ കുടിവെള്ളം കിട്ടുമോ? ഗോഡ്സ് ഓൺ കൺട്രി എന്താകും? ഡ്രൈ ലാൻഡ് ആകില്ലേ, മരുഭൂമി ആകില്ലേ? ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഈഗോ, അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി നടത്തിയ എന്താ? നമുക്ക് അങ്ങോട്ട് അല്ല സാർ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ നിങ്ങൾ ഞങ്ങളുടെ മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മളൊരു കാര്യം എടുക്കുമ്പോൾ 100 പേര് ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ 51 പേരെ അനുകൂലമുണ്ടാവും, 49 പേര് എതിരായിരിക്കും. എന്തിനാപ്പോൾ ഇനി ചോദിക്കട്ടെ, പണ്ട് ഉമാ തോമസ് ചോദിച്ചിരുന്നു ആക്കാണ് ഇത്ര ധൃതിയെന്ന്. അവർക്ക് തന്നെ ധൃതി വന്നു, റോഡുകൾ ആവശ്യമായി അവർക്ക് തന്നെ വന്നു. അത്യാവശ്യമായിട്ട് അവർക്കൊരു ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ, അങ്ങനെ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ, അവിടെ നിന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ അവർക്ക് ആവശ്യം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ കേരള സംസ്ഥാനത്ത് ഉണ്ടായ റോഡുകൾ, ഇപ്പോൾ എൻ്റെ നാട്, ഞാൻ ആയൂർ എന്നാണ് വരുന്നത്, ആയൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ ഉണ്ടായിരുന്ന മേഖലയിൽ ആരുടെയൊക്കെ വീടുകൾ ഇടിച്ചിട്ടാണ് റോഡ് ഉണ്ടാക്കിയത്? ഒന്നുമല്ല, ചുമ്മാതങ്ങ് റോഡ് ആകാശത്തിൽ കൂടെ ഉണ്ടായിരുന്നു. ഇനിയും അത്തരത്തിൽ ഉണ്ടാകണം. നാട് ഓടുമ്പോൾ നടുവേ ഓടണ്ടേ? നമുക്ക് ധൃതിയില്ലേ? ഞാൻ പറട്ടെ, ഇന്ന് ഞാനൊരു കാര്യം, ഒരു ചർച്ച കഴിഞ്ഞിട്ട് രണ്ടാമത് ചർച്ചയിൽ എനിക്ക് ഇവിടെ വരേണ്ടി വന്നു. എനിക്ക് ധൃതിയുണ്ട്, എനിക്കിവിടെ എത്തണം, എനിക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾക്ക് റോഡുകൾ വേണം. പണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുഗതകുമാരി ടീച്ചർ ഇവിടുത്തെ ഒരു മരത്തെ കെട്ടിപ്പിടിച്ച് കിടന്നൊരു കാഴ്ചയുണ്ട്, ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്നു കേശവാസവരാന്ന് തോന്നുന്നു,
ശാസമംഗലത്തെ ഒരു മരം മുറിക്കാൻ എൻ്റെ ജീവനുള്ള കാലം ഞാൻ സമ്മതിക്കാതെ ആ മരത്തെ കെട്ടിപ്പിടിച്ചു സുഖമരം ടീച്ചർ അതിന്റെ കൊമ്പൊടിഞ്ഞ് വീണ് ഒരാൾ മരിക്കുകയും ചെയ്തു. മനസ്സിലായില്ലേ? അപ്പൊ ആ മരം മുറിക്കാതിരുന്നെങ്കിൽ ഇന്ന് ശാസ്തമംഗലത്ത് റോഡ് ഉണ്ടാകുമായിരുന്നു. ഉണ്ടാവില്ലല്ലോ. ഇനി കേരളയിൽ വരണം എന്ന് പറഞ്ഞത് എന്താണ്? നമുക്ക് വേഗതയിൽ പോകണ്ടേ? അല്ല, അതിൽ എനിക്ക് ഒരു പോയിന്റ് ഉള്ളതെന്ന് വെച്ചാൽ ഉള്ള റെയിൽവേ ലൈനുകൾ വികസിപ്പിച്ചാൽ മതി, ലൈനുകളുടെ എണ്ണം കൂട്ടിയാൽ മതി. പല സ്ഥലത്തും സ്ഥലം ഏറ്റെടുത്ത് നൽകാത്തതിന്റെ പേരിൽ ഡബിളിംഗ് നടക്കുന്നില്ല. ഉള്ള ലൈൻ ഇപ്പോൾ നമുക്ക് വന്ദേ ഭാരത് ഉണ്ട്, വളരെ വേഗത്തിൽ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ അതിൽ ആ പോയിന്റ് പിന്താങ്ങുന്ന ഒരുപാട് ഒരു വിഷയം, നമ്മൾ അതിലേക്ക് പോകേണ്ട, അതിലേക്ക് മാത്രം പോകേണ്ട. ഞാൻ ചില വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. മറ്റൊന്ന് അങ്ങയുടെ ശ്രദ്ധയിൽ കൂടി വെക്കാൻ വേണ്ടി പറയുന്ന മറ്റൊരു വിഷയമാണ് ഈ വൈദ്യുതി നിരക്ക് നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വെച്ചിട്ടുള്ള സിറ്റിങ്ങിലൊക്കെ തന്നെ ജനങ്ങൾ ഒഴുകിയെത്തി അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. അവരെയൊക്കെ തന്നെ അവിടെ യൂണിയൻകാരെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം നടന്നു. എന്നിട്ട് പോലും ജനങ്ങളുടെ പ്രതിഷേധം കണ്ടാൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് റെഗുലേറ്ററി കമ്മീഷൻ ചെയ്യേണ്ടത്. പക്ഷേ എന്താണ് ചെയ്തത്? അതനുസരിച്ച് നിന്നില്ല. ഇപ്പോൾ ഞാനിവിടെ ഉന്നയിക്കുന്ന ഒരു കാര്യം, പുറത്തു നിന്ന് വൈദ്യുതി വാങ്ങിക്കോളൂ, പക്ഷേ ഏറ്റവും കുറച്ച് വിലയ്ക്ക് നൽകുന്നവരിൽ നിന്നല്ലേ വാങ്ങേണ്ടത്? കൂടുതൽ വിലയ്ക്ക് കൊടുക്കുന്നവരിൽ നിന്ന് എന്തിന് വാങ്ങണം എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ തന്നിഷ്ടപ്രകാരം അവിടെയുള്ള തീരുമാനമെടുക്കുന്നതിൽ സർക്കാരിന് ഇടപെട്ട് തിരുത്താമായിരുന്നല്ലോ. അവിടെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ, ഡോക്ടർ അശോകിനെ, അവിടെ നിന്ന് എത്ര വേഗത്തിലാണ് അവിടെ യൂണിയൻകാർ ഓടിച്ചു വിട്ടത്? സർക്കാരിന് അക്കാര്യത്തിൽ തീരുമാനമെടുക്കാമായിരുന്നു. ഒരു പോയിന്റ് കൂടെ ഞാൻ ആഡ് ചെയ്താൽ, അവിടെ KSEBയിൽ ഇപ്പോൾ CITU മാത്രമുള്ളൊരു സംഘടനയേ ഉള്ളൂ. അവിടെ ഉണ്ടായിരുന്ന INTUCയും BMSും ഒക്കെ പുറത്തായി. കാരണം അവിടെ ഹിതപരിശോധന നടത്തി UDFിൻ്റെ കോൺഗ്രസിൻ്റെ INTUC നേതാവായ ചന്ദ്രശേഖരനെ കൂടെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അവിടെ CITU മാത്രമെന്നുള്ളൊരു സംഘടന ആയത്. ആ ചന്ദ്രശേഖരനാണ് അദ്ദേഹം ഇവിടെ നിരാഹാര സമരം നടന്നതിൻ്റെ സമരം അവസാനിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാരങ്ങവെള്ളം കൊടുത്തിട്ടാണ്. അദ്ദേഹത്തിനെതിരെയാണ് കശുവണ്ടി കോർപ്പറേഷനിലെ അഴിമതിയുടെ കേസുകൾ ഇന്നും മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റ്സ് താങ്കൾ അറിയാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഒരു അപ്ഡേറ്റ് കൂടി വരേണ്ടതുണ്ട്. കോഴിക്കോട് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കുകയാണ്. നേരത്തെ LDF മുന്നേറിയ LDFിനൊപ്പം ഉണ്ടായിരുന്ന ഒരേ ഒരു സംഭവമാണ്. ഇപ്പോഴും അവർ തന്നെയാണ് മുന്നിൽ എങ്കിൽ തന്നെയും നേരിയ ലീഡ് മാത്രമാണുള്ളത്. അതുകൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കോർപ്പറേഷനിൽ അവർ സംഭവിച്ചരാകും. ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും LDF എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ. പക്ഷേ ഇതൊന്നും നമുക്കൊരു വിവാദമായി കൊണ്ടുവരാനോ ടെലിവിഷൻ ചാനലുകൾ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യുകയും, എനിക്കൊന്ന് ആ വിഷയം ഉള്ളപ്പോൾ മാത്രം അവർ ചർച്ച ചെയ്യുകയും പിന്നീട് ഒരു ഫോളോ അപ്പ് ഉണ്ടാകാത്തൊരവസ്ഥയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അതിൻ്റെ കാരണം കൂടെ പറയാം. നമ്മൾ ടെലിവിഷൻ ചാനലുകളിലും പത്രമാധ്യമങ്ങളിൽ ഈ ജനവിരുദ്ധ നടപടികളോ നമുക്ക് ഈ പറഞ്ഞ പൊതുസമൂഹത്തിന് താല്പര്യമില്ലാത്തതായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമ്മൾ അവസാനിപ്പിക്കുന്നു. പക്ഷേ അതിനൊരു ഇമ്പാക്റ്റ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കേസ് ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ അതിന് ജനഹിതം കൂടെ കോടതികൾ പരിഗണിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അതെ. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് കൂടി ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. അപ്പോൾ ആ വിഷയങ്ങളിലേക്ക് കൂടി ഒരു ശ്രദ്ധ വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം കൂടി ഈ വിഷയത്തിൽ രേഖപ്പെടുത്തുകയാണ്. കാരണം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 50 NDAയുടെ കോർപ്പറേഷനിൽ 50 ഇടത്ത് അവർ മുന്നിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ വിജയിച്ചു. 19 ഇടത്തേക്ക് എത്തിയിരിക്കുകയാണ് UDF. LDFിൻ്റെ 10 നിന്നും 19ലേക്ക് എത്തി. LDF ഇപ്പോൾ 26ലാണ് നിൽക്കുന്നത്. 26-ൽ 55-ൽ നിന്ന് 26ലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതൊരു വല്ലാത്തൊരു റിസൾട്ടായി പോയെന്ന് തോന്നുന്നു. ഇല്ല, ഇതിന് ഖേദകരം എന്ന് പറയട്ടെ, ഈ CPM തകരുന്നത്, LDF തകരുന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടുള്ള ആശങ്കയാണ് നമ്മൾ ഈ പറയുന്നത്. ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും കോഴിക്കോട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോഴിക്കോടത്തെ സ്കോർ കൂടി നോക്കാം നമുക്ക്. 27-26 എന്നുള്ള നിലയിലാണ്. LDF 27 ഇടത്ത് ലീഡ് ചെയ്യുന്നു. അപ്പോൾ അവർ അവിടെ ലീഡ് ചെയ്യുന്നു. പക്ഷേ 26 ഇടത്ത് തൊട്ടടുത്ത് UDF ഉണ്ട്. 14 സ്ഥലത്ത് കോഴിക്കോട് കോർപ്പറേഷനിൽ 14 ഇടത്ത് NDA വിജയിക്കുകയോ മുന്നിട്ട് നിൽക്കുകയോ ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർ 3. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഈ മറ്റുള്ളവരും ഒക്കെ വളരെ നിർണായകമാണ്. ഇല്ല, ഇത് നമ്മൾ ടോക്കിംഗ് പോയിന്റിലൊരിക്കൽ പറഞ്ഞ കാര്യമാണ്. നഗര കേന്ദ്രീകൃതമായ കേരളത്തിൽ ഇപ്പം തൃപ്പൂണിത്തുറ പിടിച്ചിട്ടുണ്ട്, തിരുവനന്തപുരം പിടിച്ചിട്ടുണ്ട്, കോഴിക്കോടും അവർ മുന്നേ അല്ലല്ല, നഗര കേന്ദ്രീകൃതമായ അടുത്ത് BJP സംഘപരിവാർ വളരുന്നുണ്ട്. നഗര കേന്ദ്രീകൃത മെട്രോ സ്റ്റാറ്റസിലേക്ക് വരുന്ന തിരുവനന്തപുരത്ത് നഗര കേന്ദ്രീകൃതമായ കോർപ്പറേഷനുകളൊക്കെ തന്നെ വരുന്നുണ്ട്. BJP വളരുന്നുണ്ട്. അല്ലല്ല, അത് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നത്. തളരുന്നത് ആരാ? ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്ന ആരാ? CPM-ഉം LDF-ഉം ആണ് തകരുന്നത്. അതാണ് നമ്മൾ നോക്കുമ്പോൾ തിരുവനന്തപുരം മുതൽ അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ 49-50 എന്നുള്ളതിൽ നിൽക്കുകയാണ് NDA. കൊല്ലത്തേക്ക് പോകുകയാണെങ്കിൽ അവിടെ 10 ഇടത്ത് വന്നിരിക്കുകയാണ് NDA. കൊച്ചിയിൽ 6,
തൃശ്ശൂരിൽ 8, തൃശ്ശൂരിൽ വേണ്ടത്ര മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല പ്രതീക്ഷിച്ച പോലെ. അതുപോലെ കോഴിക്കോട് 14, കണ്ണൂരിൽ 4 അവർ മുന്നേറുന്നു എന്നുള്ളതാണ്. എന്തായാലും അതിന് ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്തോട്ടെ. തിരുവനന്തപുരവും തൃശ്ശൂരും സാക്ഷാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്ന 2 സ്ഥലങ്ങളാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഈ നഗര കേന്ദ്രീകൃതമായ സ്ഥലങ്ങളിലൊക്കെ തന്നെ BJPക്ക് മുൻപത്തെക്കാലൊക്കെ തന്നെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കേരളം മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? കേരളം ഇപ്പോൾ UDFിനൊപ്പം നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അറിയാനുള്ളത് ഏറ്റവും ഉദ്വേഗജനകമായ പോരാട്ടം നടക്കുന്ന ഒരു കോർപ്പറേഷൻ എന്ന് പറയുന്നത് കോഴിക്കോടാണ്. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് പോകുന്നു. 27-26 എന്നുള്ളതാണ് സ്കോർ ലൈൻ. LDF 1 സീറ്റിൽ മാത്രമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് എന്നാണ് നമുക്കറിയാൻ. അതായത് 27 അവർ മുന്നിട്ട് നിൽക്കുന്നു, 26 UDF മുന്നിട്ട് നിൽക്കുന്നു. തൊട്ട് പിന്നിലുണ്ട് UDF. ഈ സ്ഥിതി മാറി മറിയുമോ? കാത്തിരുന്ന് കാണാം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. വോട്ടേഴ്സ് ചോയ്സ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തിരുക്കൊച്ചി ഫിൻകാപ്പ്, മലയാളത്തിന്റെ സ്വന്തം ഗോൾഡ് ലോൺ കമ്പനി. ധരിക്കൂ നടന്നുകൊണ്ടേയിരിക്കൂ.